ഹായ് കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൃഷിപ്പണി ആയിട്ടൊന്നുമല്ല വരുന്നത്, പൂക്കളെ കാണിക്കാനുമല്ല. ഇന്ന് നല്ല അടാർ ടേസ്റ്റുള്ള അടിപൊളിയുള്ള ഒരു കറിയാണ്. എന്താണെന്നറിയണ്ടേ? ചക്കക്കുരു മാങ്ങ. ചക്കക്കുരു മാങ്ങയിട്ട് കറി വെച്ചാലുണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര. അപ്പൊ ചക്കക്കുരു കറി ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചുകൊണ്ടുണ്ടാക്കാം. എന്നാ വിനി കാണാലോ. ഇതാ ചക്കക്കുരു എല്ലാം നന്നാക്കി എടുത്തു. ചക്കക്കുരു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അവിടെ ആയിട്ടില്ല, ഇവിടെ ആകുന്നേണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ നന്നാക്കി എടുത്തു. പക്ഷെ നമ്മൾ നന്നാക്കുമ്പോ ഇങ്ങനെ അങ്ങ് വൃത്തിയാക്കി നന്നാക്കരുത് എന്നാ പറയുന്നത്. അതിന്റെ ബ്രൗൺ കളറില്ലേ, ആ ബ്രൗൺ കളർ ഇതാ ഈ കളർ അവിടെ വെക്കണം എന്നാണ്. അത് നല്ല ഔഷധ ഗുണമുള്ളതാണ്, അത് വെക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയാക്കി എടുത്തതാ. അതിലേക്ക് ഇടാനുള്ളതാ, ചേർക്കാനുള്ള മാങ്ങയും വൃത്തിയാക്കി എടുത്തു, കഴുകി മുറിച്ചെടുത്തു. നല്ല തുടുപ്പുള്ള നല്ല പൊടിയുള്ള മാങ്ങയാ. ഇതിനൊക്കെ അറിയാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചക്കകാലത്ത് ചക്ക തിന്നണോ, മാങ്ങ കാലത്ത് മാങ്ങ തിന്നണോ? ഞാനൊക്കെ അങ്ങനെ വളർന്നു വന്ന ആളാ. ചെറിയ പ്രായത്തില് ചക്ക തന്നെയായിരുന്നു തീറ്റ. ചക്കകാലത്ത് ഉച്ചക്ക് ചക്ക, രാത്രിയാകുമ്പോ ചക്കന്റെ കൂഞ്ഞി, കുരുട്ട്, ഉപ്പേരി അങ്ങനൊക്കെ തിന്ന് വളർന്നതാ. ഇവിടെ വന്ന് നോക്കുമ്പോ തിരക്കും കാര്യമായി വെക്കുമ്പോ ഒന്നുമില്ല. ഇപ്പൊക്കെ ഫ്രീ ആയി വെക്കുമ്പോ ഇങ്ങനത്തെ പണിയൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക് ആട്ടോ, തിന്ന കുറച്ച് പണിയുണ്ട്. നല്ല ടേസ്റ്റിൽ തിന്നണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം. നല്ല ഔഷധ ഗുണമുള്ളതല്ലേ ഇത്. ചക്കക്കുരു ചക്ക ഒക്കെ തിന്നാൽ ക്യാൻസറിനെ വരെ തടയുന്ന പറയുന്നത്. അപ്പൊ ഞാനിത് അടുപ്പത്ത് വെക്കട്ടെ. ചക്കക്കുരു മാങ്ങ കുക്കറിലാണ് വെക്കുന്നത്, വേഗം വെന്തോളല്ലോ, സമയമല്ല. ചക്കക്കുരു മാങ്ങ അടുപ്പത്ത് വെച്ചു, വെള്ളം ഒഴിച്ച് ആവശ്യത്തിന്. ഇതാ ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് അടപ്പിട്ടു. ഇനി ഇത് വേവട്ടെ. ഇത് ലാസ്റ്റ് ചിലർ ഉപ്പിടലിട്ടോ, ഞാൻ എല്ലാം ഫുൾ ഒന്നിച്ചങ്ങിട്ടതാ. ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഒന്നിച്ചിട്ടാ വേവിക്കുന്നത്. ഇനി ഇത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ റെഡിയാക്കണം. ഇനി തേങ്ങ ചേർത്ത് റെഡിയാക്കട്ടെ. പച്ചമുളക് പറിക്കട്ടെ, 2 മതി. നമ്മൾ നട്ടാ പിന്നെ നമുക്ക് ഫ്രഷ് എടുക്കാലോ, മരുന്നടിക്കാത്ത. കറിവേപ്പില ഇത് തണ്ടടക്കം പൊട്ടിച്ചെടുക്കണം കേട്ടോ, എന്നാ വേഗം വീണ്ടും കിളിർത്ത് വന്നോളൂ. ഇതാ എൻ്റെ കറിവേപ്പില ഉഷാറായിട്ടുണ്ട്. ഇടാനും വറവിടാനും ഉള്ളി വിളവെടുക്കുക. നമ്മളൊക്കെ നട്ട് പിടിപ്പിച്ചാലേ എല്ലാം നമുക്കുണ്ടാകും. കണ്ടില്ലേ, ഉള്ളി അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ച് ചെറിയുള്ളി, ഒരു ഇത്തിരി മഞ്ഞൾ ഇട്ടത് നല്ലൊരു കളറായിരിക്കും. പിന്നെ വലിയ ജീരകം പൊടിച്ചതായിട്ടത്. ഇതൊന്ന് മിക്സിയിൽ കറക്കട്ടെ. തേങ്ങ അരച്ച് വെച്ചു. ചക്കക്കുരു മാങ്ങയും വെന്ത് ഇനി നമുക്കൊന്ന് വറവിടണം. തേങ്ങയൊക്കെ വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച്, അത് മൺചട്ടിയിലാട്ടോ, കുക്കറിലാണ് വേവിച്ചത്, തിരക്കായതുകൊണ്ട് മൺചട്ടിയിലാണ് വറവിടുന്നത്. എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി, കടുകിട്ട്, കടുക് പൊട്ടട്ടെ. ഇത് ചൂടായ ഭയങ്കര ചൂടാ. പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ട് പച്ചമുളക് ഇട്ട്, അതെല്ലാം ഇപ്പൊ ഞാൻ പറിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നട്ടതല്ല. ഉള്ളി വരെ എന്റെതാ. ഞാൻ വിളവിട്ട കടയിൽ വാങ്ങിയില്ല. കുക്കറിലാകുമ്പോ ബന്ധം ഉടഞ്ഞു പോകും, അത്ര ഉടയേണ്ട ആവശ്യമില്ലായിരുന്നു. തേങ്ങ ഒഴിക്കട്ടെ, എല്ലാം ഒന്ന് ഇളക്കട്ടെ. എന്താ ടേസ്റ്റ് വേണമെന്നാ വിചാരിച്ച, അടിപൊളിയാ, കുടിക്കാൻ തോന്നുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. തേങ്ങ ഒഴിച്ചാലേ അധികം അങ്ങ് വേവിക്കരുത്. ഈ തുള്ളലേ പറ്റുള്ളൂ. അപ്പൊ അതിന് ഓഫാക്കി പോണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ്. മൺചട്ടിയിലാവുമ്പോ പിന്നെ ചക്കക്കുരു കുറച്ച് വെന്തതുമല്ലേ, വേഗം കുറുകിപ്പോവും.
അതുകൊണ്ട് നമുക്ക് ലൂസിലാക്കണം ആ തുടക്കം തന്നെ. കുറച്ച് ലൂസായാൽ പിന്നെ അങ്ങ് മുറുകൂല. കണ്ടില്ലേ, നല്ല അടിപൊളി ചക്കക്കുരു കറി, നല്ല സ്മെല്ലുവാ. ഉപ്പൊക്കെ ഒത്തതാ, ഞാൻ നോക്കിയതാ. അപ്പൊ എന്റെ ചക്കക്കുരു മാങ്ങ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.